ഞാൻ കവാല ശശികുമാർ. നിങ്ങളും കേട്ട് കാണുമല്ലോ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ലഹരി വസ്തു കടത്ത് കേസിൽ പ്രതിയായ ഒരാളുടെ കൂടെ നിൽക്കുന്ന ചിത്രം അത് ഇപ്പോൾ വിവാദമാവുകയാണ്. അപ്പോൾ അത് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ളതാണ്, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുള്ളതാണ് എന്ന് ഒക്കെയുള്ള ന്യായവാദം വരുന്നുണ്ട്. ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ലഘൂകരിച്ച് വിടാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. കാരണം പെരുമ്പാവൂര് അറക്കപ്പടി സ്വദേശി KH മുഹമ്മദ് ഹുസൈൻ എന്ന 28 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കേസ് ഉണ്ടായത്. അദ്ദേഹം കേസിൽ പ്രതിയാണ്. കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു ലഹരിവേട്ടയിൽ ഈ MDMA കൈവശം വയ്ക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇയാളെയും ഒരു കൂട്ടുപ്രതിയെയും അറസ്റ്റ് ചെയ്തിരുന്നത്. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പെരുമ്പാവൂരിലെ വെങ്ങോല പഞ്ചായത്ത് ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. മാത്രം അല്ല, പ്രതിപക്ഷ നേതാവായിരിക്കെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളിൽ ഒരാളായിരുന്നു ഈ ഹുസൈൻ. അപ്പോൾ ഹുസൈനെ അറിയാത്തതല്ല. ഹുസൈൻ്റെ വീട്ടിലെ ഗൃഹപ്രവേശ ചടങ്ങിലാണ് ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പഴയ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തതെന്നാണ് ന്യായം പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അർത്ഥം അറിയാതെ സംഭവിച്ചതല്ല, അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് ആരാണെന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഹുസൈൻ്റെ വീട്ടിൽ പോയതും ഹുസൈനോടൊപ്പം ചിത്രമെടുത്തതും ഹുസൈൻ്റെ ആയിട്ട് സംസാരിച്ചതുമായ വീഡിയോയും ഫോട്ടോയും. ഈ ഹുസൈൻ്റെ കൂടെ ഗൃഹപ്രവേശത്തിന് ഹുസൈൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് വി ഡി സതീശൻ മാത്രമല്ല കേട്ടോ, മറ്റു പല നേതാക്കന്മാരുമുണ്ട്, മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. അപ്പോൾ സതീശൻ സർക്കാർ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ലഹരി വിരുദ്ധ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് തൂഫാൻ എന്ന് പറഞ്ഞൊരു വലിയൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്താണ് ഈ ചിത്രം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വിചിത്രമായ കാര്യം. അപ്പോൾ ഈ തൂഫാൻ ആരുടെ തൂഫാനാണ്, ആരുടെ ഫാനാണ്, കുറ്റം എന്താകും, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രി അല്ലായിരുന്നു എന്ന് സമാധാനം പറഞ്ഞാൽ ഈ കാര്യം തീരുമോ? ഇല്ല. പ്രതിപക്ഷ നേതാവിനും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? മുഖ്യമന്ത്രിയെ പോലെ തന്നെ ഭരണഘടനാപരമായ ഒരു പദവി അല്ലെങ്കിൽ പോലും ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സതീശൻ വിവാദത്തിലാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി തലനാരിഴ കീറി പരിശോധിച്ചാൽ ഈ കേസിൽ വേണമെങ്കിൽ പ്രതിസ്ഥാനത്ത് പോലും ഈ വി ഡി സതീശനെ എത്തിക്കാനാവും, നല്ല നിയമജ്ഞാനമുള്ള ആളുകൾക്കാണെങ്കിൽ. കാരണം വ്യാഖ്യാനിച്ച് വന്നാൽ ഇത് കേസിൽ പ്രതിയായ ഹുസൈന് ഒരു മാന്യത കൊടുക്കുന്ന ഒരു സംഭവമായി ഈ സന്ദർശനം, അയാൾക്ക് ഒരു നിയമപരമായ സാധുത കൊടുക്കുന്നതായിട്ടുണ്ട് ഈ സന്ദർശനം. പിന്നെ മറ്റൊന്നുള്ളത്, ഒരു തരത്തിൽ സംരക്ഷണം കൂടിയാണിത്. ഒരു രാഷ്ട്രീയ സംരക്ഷണമെന്നോ സാമൂഹിക സംരക്ഷണമാണെന്നോ ഒക്കെ പറയാവുന്നതാണ്. അപ്പോൾ കുറ്റവാളികളെ സഹായിക്കുന്നതിന്, ഒളിക്കാൻ സഹായിക്കുന്നതിന്, രക്ഷപ്പെടാൻ സഹായിക്കുന്നതിന്, കേസ് സഹായിക്കുന്നതിനൊക്കെ ഇപ്പോൾ വക്കീലന്മാരുടെ വീട്ടിൽ പോലും പോലീസ് ചെല്ലുന്നുണ്ട്. വക്കീൽ സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. സാധാരണ വക്കീൽ ഉപദേശങ്ങൾ കൊടുക്കേണ്ട ആളാണ്, കൗൺസിലിംഗ് ആളാണ്. അപ്പോൾ അവരെ പോലും പലപ്പോഴും കേസുകളിലൊക്കെ പ്രതിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കേസിലെ നിയമ നടപടികൾക്ക് ഒരു തടയിടൽ കൂടിയാണ് വാസ്തവത്തിൽ ഈ സതീശൻ്റെ സന്ദർശനവും സതീശനും എൻ്റെ സാമീപ്യവും ഉണ്ടാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ ആ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കേസിലെ പ്രതിയായ ശേഷമല്ല ഈ ഫോട്ടോയ്ക്ക് ആധാരമായ സന്ദർശനം എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ന്യായീകരണമാണ്. അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട്. 48 മണിക്കൂറായി ഈ ഫോട്ടോ വെച്ചിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുകയും വാർത്ത ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ട് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ സംഭവം എന്താണെന്നുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന, വിശദീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് ആ തരത്തിലൊക്കെ വേണേൽ വ്യാഖ്യാനിച്ച് പോകാവുന്നതാണ്. പക്ഷേ വേറൊരു ഭാഗം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വി ഡി സതീശൻ ഒരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകനാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മമായ വിശകലനം ചെയ്ത് അവരുടെ പേരും നാളും അവരുടെ ജാതകവും ഒക്കെ പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനത്തെ സ്കാനിങ് ഒന്നും നടക്കില്ല. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞ് സമ്പർക്കം നടത്തുക എന്നുള്ളത് എല്ലാ കാര്യത്തിലും അസാധ്യമായ കാര്യമാണ്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. വി ഡി സതീശൻ്റെ വേണ്ടി ജോലിയെടുത്ത, വി ഡി സതീശന് വേണ്ടി പണിയെടുത്ത പാർട്ടിയിലെ ആളും കൂടിയാണ് ഈ ഹുസൈൻ. അപ്പോൾ ഹുസൈൻ്റെ പേരിൽ കേസുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വേറെ. ഇനി കോൺഗ്രസ്സിൽ ആണ് ഈ സംഭവം എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സിൽ, UDF, സർക്കാരിൽ ഒക്കെ ഈ മേൽ സ്ഥാനം കിട്ടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു വിഭാഗീയത എപ്പോഴും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒക്കെ ഒരു പൊതു സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും കറുത്ത കൈകളുണ്ടോ? ഇപ്പോൾ ഈ ഫോട്ടോ കുത്തിപ്പൊക്കുവാൻ വേണ്ടി നടത്തിയതിലൊരു കറുത്ത കൈകളുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കേണ്ടത്. അതായത് ഈ തൂഫാൻ എന്ന് പറഞ്ഞ, തൂഫാൻ എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം കൊടുങ്കാറ്റെന്നാണ്. ആ തൂഫാൻ ഈ ലഹരി ഇടപാട് നടത്തുന്ന ആളുകൾക്കിടയിൽ മാത്രമാണോ, അതോ സ്വന്തം പാർട്ടിയിൽ പോലും അങ്ങനൊരു തൂഫാൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കണ്ട് അറിയേണ്ട കാര്യമാണ്. എന്നാൽ രസകരമായ മറ്റൊരു ഭാഗമുണ്ട്. രസകരമല്ല, ഗൗരവമായ കാര്യം. പ്രതിപക്ഷത്തിന് ഈ കാര്യത്തിൽ എന്ത് പറയാൻ പറ്റും? പ്രതിപക്ഷ നേതാവിന് ഈ കാര്യത്തിൽ എന്ത് പറയാൻ പറ്റും? അവിടെയാണ് വലിയൊരു പ്രശ്നം. ഈ പ്രതിപക്ഷ നേതാവ് പോലും പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു ബാധ്യതയായി തീരുന്നത് അങ്ങനെയാണ്. പ്രതിപക്ഷ നേതാവ് ഒരു പരാജയമാകുന്നത് അങ്ങനെയാണ്.
ഞാൻ 6 വർഷം മുമ്പത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. 6 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ 2020 ജൂൺ 15. അന്നത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ രണ്ടാം വിവാഹം. അത് ഡിവൈഎഫ്ഐ നേതാവ് ആയിരുന്ന, അക്കാലത്ത് ഡിവൈഎഫ്ഐ നേതാവായിരുന്ന, പിൽക്കാലത്ത് സംസ്ഥാന മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസുമായിട്ടുള്ള വിവാഹമാണ്. PA മുഹമ്മദ് റിയാസുമായിട്ടുള്ള വിവാഹം നടന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലോസിൽ വെച്ചായിരുന്നു. അത് ഈ കോവിഡ് കാലമായിരുന്നുകൊണ്ട് ആ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചായിരുന്നു വിവാഹം. വളരെ അടുത്ത ആൾക്കാരെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത്, അതിഥികളായിട്ടുണ്ടായിരുന്നത്. ആ കല്യാണ സ്ഥലത്ത് ഒരു കൊലക്കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിലാണ് പരിപാടി നടന്നത്. ഔദ്യോഗിക വസതി. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമായിരുന്നു. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത പരിപാടിയായിരുന്നു. അവിടെ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയായ കുറ്റവാളിയായ ആൾ പങ്കെടുത്തത്? RSS പ്രവർത്തകനായിരുന്ന ഒറ്റപ്പിലാവ് സുരേഷ് ബാബു എന്ന ആളിനെ വധിച്ച കേസിൽ കീഴ്ക്കോടതി ശിക്ഷിച്ച് സുപ്രീം കോടതിയിൽ കേസ് അപ്പീലെത്തിയിട്ട് സുപ്രീം കോടതിയും 7 വർഷം ശിക്ഷ ശരിവെച്ച പ്രതിയാണ്. ആ പ്രതിയാണ് മുഹമ്മദ് ഹാഷിം. ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണ വീട്ടിലുണ്ടായിരുന്നു. വധുവും വരനും ഒപ്പം മുഹമ്മദ് ഹാഷിം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. അത് വിവാദമായിരുന്നു. അത് പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് വലിയ ഗൗരവമായ കാര്യമാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വീട്ടിലാണ് ഇങ്ങനെ ഒരു കേസിലെ ശിക്ഷിക്കപ്പെട്ട ആളുണ്ടായിരുന്നത്. കൊലക്കേസിൽ കുറ്റവാളി എങ്ങനെ എത്തി എന്നുള്ളത് അതൊന്ന് വലിയ ചോദ്യമായി. ഈ വിഷയം പൊതുസഭയിൽ കൊണ്ടുവന്നത് അന്ന് BJPയുടെ സംസ്ഥാന വക്താവൊക്കെ ആയിരുന്ന സന്ദീപ് വാര്യരാണ്. അപ്പോൾ സന്ദീപ് വാര്യർ അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിലാണ്, BJP വിട്ട് കോൺഗ്രസിലാണുള്ളത്. പക്ഷേ സന്ദീപ് വാര്യരെ ഈ കേസ് ഇപ്പോൾ ഉയർത്താനാവില്ല. കാര്യം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് സമാനമായിട്ടൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റില്ല. ഇനി CPMന് ഈ വാദം ഉയർത്താൻ പറ്റില്ല. കാര്യം ഉടനെ സമാനമായ മറ്റു സംഭവം പറയുകയും ചെയ്യും. അതിനകത്ത് ഈ പഴയ ആളാരാണെന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അന്വേഷണം ഉണ്ടാവുകയും ആക്ഷേപം ഉണ്ടാകുകയും ചർച്ച ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പാർട്ടികൾക്കുള്ളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു പാർട്ടികൾക്കും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി ഒരു പഴയ സംഭവം കൂടി പറഞ്ഞിട്ട് ഈ കാര്യം പറയും. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. പഴയ സംഭവം ഇതാണ്. ഈ ഒരു പാവം പയ്യൻ്റെ കഥയാണ്. പാവം പയ്യൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കരുണാകരൻ കോൺഗ്രസിൻ്റെ സർവാധികാരിയായി കഴിയുന്ന കാലം, മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ CL ആൻഡോ എന്ന് പറയുന്ന ഒരു വലം കൈ ഉണ്ടായിരുന്നു. അതായത് കരുണാകരൻ്റെ ഷെഡ്യൂള്, കരുണാകരൻ്റെ കാര്യങ്ങൾ, കരുണാകരൻ എങ്ങോട്ട് പോകുന്നു, എപ്പോൾ പോകുന്നു, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിയാൻ കിട്ടുന്ന വിവരം കിട്ടുന്നതും കരുണാകരൻ്റെ കാര്യം അപ്പോയിൻമെൻറ്റ് പോലും നോക്കിക്കൊണ്ടിരുന്നത് ഈ CL ആൻഡോ എന്ന് പറയുന്ന ആളാണ്. പാവം പയ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരുണ്ടായിരുന്നത്, പാവം പയ്യൻ. അപ്പോൾ ഇദ്ദേഹത്തിനെ ഒരു കള്ളനോട്ട് കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. ആ കള്ളനോട്ട് ഇടപാട് നടത്തിയത് കരുണാകരന് വേണ്ടിയായിരുന്നു എന്നൊക്കെയുള്ളൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ CPMൻ്റെ പത്രമായ ദേശാഭിമാനിക്കെതിരെ കേസുണ്ടായി. EMS ആ കാര്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരെ മാനനഷ്ട പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഒരു വിവാദവും ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അത് 1990-കളിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്നു മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ കേസിൽ മുഖ്യമന്ത്രി VD സതീശൻ ചില വിശദീകരണങ്ങൾ നൽകേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ യുദ്ധം, ലഹരിക്ക് വിരുദ്ധമായി നടത്തുന്ന ഒരു യുദ്ധത്തിനെ അതിൽ മുഴുവൻ ആളിപ്പടരുന്ന തീയായി പടരുന്ന തൂഫാൻ, ആ കൊടുങ്കാറ്റിനെ ഇല്ലാതാക്കുന്ന ആ തീയെ കെടുത്തിക്കളയുന്ന ഒരു സംഭവമായിരിക്കെ ഈ കാര്യത്തിലൊരു വിശദീകരണം ആവശ്യമുണ്ട്. ജനങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.